ഈജിപ്ഷ്യൻ ഫറോമാരെ കുറിച്ചാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പുരാതന ഈജിപ്തിലെ രാജാവിൻ്റെ ഭരണകേന്ദ്രമായ കൊട്ടാരമാണ് ഫറവോ. മഹത്തായ ഗ്രഹം അല്ലെങ്കിൽ മഹത്തായ മന്ദിരത്തിൽ താമസിക്കുന്ന ആൾ എന്നെല്ലാമാണ് ഇതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഈ പദം രാജാവിൻ്റെ കൊട്ടാരത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും കാലക്രമത്തിൽ അത് ഭരണ സംവിധാനത്തെയും പിന്നീട് രാജാവിനെയും സൂചിപ്പിക്കാനായി ഉപയോഗിച്ചു തുടങ്ങി. ഫറവോ എന്നത് പുരുഷരാജാക്കന്മാരെ പറഞ്ഞിരുന്ന പേരാണെങ്കിലും ദുർലഭമായ സ്ത്രീ ഭരണാധികാരികൾക്കും ചേർത്തിരുന്നു. ഹോറസിൻ്റെ പുനർജന്മമായി കണക്കാക്കപ്പെട്ടതിനാലാണ് ആ രാജ്ഞിമാർക്ക് ഫറോ എന്ന പദം ചേർത്തത്. മഹത്തായ ഗ്രഹം എന്നർത്ഥം വരുന്ന പെറോ എന്ന പദത്തിൽ നിന്നാണ് ഫറോ എന്ന പദം രൂപം കൊണ്ടത്. ഫറോ എന്നത് ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ സ്ഥാനപ്പേരാണ്. അവരുടെ യഥാർത്ഥ പേരുകൾ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവങ്ങൾക്കും മനുഷ്യലോകത്തിനും ഇടയിലുള്ള മധ്യസ്ഥർ അവരുടെ ഫറവോ ആണെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചു. മരണശേഷം ഫറവോമാർ ദൈവികമായി തൻ്റെ പദവിയും തൻ്റെ പവിത്രമായ ശക്തിയും സ്ഥാനവും പുതിയ ഫറവോയ്ക്ക് കൈമാറുന്നു. ഒരു ദിവ്യ ഭരണാധികാരിയായിരുന്നു ഫറവോ. ഈജിപ്തിൻ്റെ വലിയൊരു ഭാഗം ഭൂമി അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു. ജനങ്ങളുടെ ആത്മീയവും സാമ്പത്തികമായ ക്ഷേമത്തിന് ഉത്തരവാദിയായിരുന്നു ഫറവോ. പ്രജകൾക്ക് നീതി നടപ്പിലാക്കിയിരുന്ന ഫറവോ ആയിരുന്നു. ഈജിപ്ഷ്യൻ മതത്തിലും കലയിലും സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഫറവോ. പുരാതന ഈജിപ്തുകാർ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു. മരണാനന്തരം അടക്കം ചെയ്യുന്ന ഫറവോമാരുടെ ശവകുടീരത്തിൽ അവർക്ക് അടുത്ത ജന്മത്തിലേക്ക് ആവശ്യമായ സ്വർണം, വെള്ളി, വസ്ത്രങ്ങൾ, ഭക്ഷണം എന്നിവയെല്ലാം വയ്ക്കുമായിരുന്നു. സുരക്ഷയ്ക്കായി വാളും മറ്റ് ആയുധങ്ങളും ഫർണിച്ചറുകളും ശവകുടീരത്തിൽ വയ്ക്കാറുണ്ടായിരുന്നു. 18ാം രാജവംശം മുതലാണ് ഈജിപ്ഷ്യൻ ഭരണാധികാരികളെ ഫറവോമാർ എന്ന് വിളിച്ചു തുടങ്ങിയത്. ആദ്യത്തെ ഫറവോ ആയിരുന്ന നാർമർ അല്ലെങ്കിൽ മെനസ് മുതൽ ക്ലിയോപാട്ര വരെയുള്ളവർ ആ പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈജിപ്തുകാർ ആദ്യകാലം മുതൽ അവരുടെ ഭരണകർത്താക്കളായ ഫറവോമാരുടെ ലിസ്റ്റ് സൂക്ഷിച്ചിരുന്നു. അത് കല്ലിലും പാപ്പിറസ് ഷീറ്റിലും കുപ്പിയിലും സീലിലും കാണപ്പെട്ടു. BC 300 ഒരു പുരോഹിതനായ മാന്നോ ഹിസ്റ്ററി ഓഫ് ഈജിപ്റ്റ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഫറവോമാരുടെ ലിസ്റ്റാണ് സാർവത്രികമായി ഉപയോഗിക്കുന്നത്. ആ ലിസ്റ്റ് അനുസരിച്ച് 30 രാജവംശങ്ങളിൽപ്പെട്ടവരായി ഫറവോമാരെ തരംതിരിച്ചിരുന്നു. BC 3100-നും BC 340-നും ഇടയിലുള്ള കാലഘട്ടത്തിലുള്ളവരാണ് ഫറവോമാർ. 2500 വർഷം നീണ്ടുനിന്ന ഭരണമായിരുന്നു ഫറവോമാരുടേത്. ആദ്യത്തെ ഫറവോ നാർമർ ആയിരുന്നു. മെംഫിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും കൂട്ടിച്ചേർത്ത് ഈജിപ്തിനെ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയ ഭരണാധികാരിയാണ് നാർമസ് അല്ലെങ്കിൽ മെനസ്. ഫറവോമാർ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനും രാജ്യത്തിൻ്റെ സർവ്വ സൈന്യാധിപനും നിയമനിർമ്മാതാവും മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥനും ആയിരുന്നു. വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ഫറവോ ആയിരുന്നു. ആളുകൾക്ക് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഫറവോ അവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് എത്തിക്കുമായിരുന്നു. എഴുത്ത് വശമുണ്ടായിരുന്ന ഓൾഡ് കിങ്ഡത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നാർമർ അഥവാ മെനസ് തുടങ്ങിയ ഫറവോമാരുടെ ശവകുടീരത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈ കാലഘട്ടത്തെ പിരമിഡുകളുടെ കാലം എന്ന് വിളിക്കുന്നു. സത്യവും നീതിയും നടമാടിയിരുന്ന ഈ കാലത്ത് രാജ്യത്ത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അന്തരീക്ഷം ഉണ്ടായിരുന്നു.